ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ വേഗം തന്നെ എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാനിവിടെ കറിവേപ്പില പറിക്കുന്നുണ്ട് പുറത്ത് പോയിട്ട്. അപ്പോൾ കറിവേപ്പിലേൻ്റെ മരമെല്ലാം വലുതായി നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെ ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളം കേട്ടോ വെക്കൽ. കുറച്ച് ചൂടുവെള്ളം വെക്കും. എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പം അവർക്ക് കുപ്പിയിലാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ചൂടെല്ലാം തണിയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളം വെക്കും അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം തന്നെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കുമല്ലേ. ഇതാകുമ്പോൾ നേരത്തെ വെച്ചാൽ തണിയും. അപ്പോൾ ഞാനിവിടെ രാവിലെ തന്നെ വാജിയും ദോശയും ആക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്, ഉഴുന്ന് ദോശയും. അപ്പോൾ തലേന്നേ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് പണി എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സവാള ഇതേപോലെ തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തലേന്ന് തന്നെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എന്താക്കേണ്ടത്, ഉച്ചയാകുമ്പോഴത്തേക്ക് എന്താക്കേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് തലേന്ന് ഇങ്ങനത്തെ കട്ടി കൂടിയ അങ്ങനെ കുറച്ച് ടൈം എടുക്കുന്ന പണിയെല്ലാം വേഗം തന്നെ രാത്രി തന്നെ ചെയ്തിട്ട് നമുക്ക് അവിടെ സെറ്റാക്കി വെക്കാം കേട്ടോ. എന്നാൽ രാവിലെ തന്നെ പണി എളുപ്പമായിരിക്കും. അധികം അങ്ങനെ അടുക്കള കച്ചറി ആവുകയും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ. അപ്പം സമയവും ലാഭിക്കാതുകൊണ്ട് അപ്പം ഇതാ ഞാനിവിടെ തക്കാളിയെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാത്രമെല്ലാം ഞാൻ പാടേണ്ട കൈവെക്കും. അങ്ങനെ ഒരു പാത്രം ആയാലും അത് വേഗം തന്നെ കൈവച്ചാലും നമുക്ക് അത്ര പണി കാണൂല കേട്ടോ. ഉണ്ടായ സാധനമെല്ലാം നമ്മൾ എടുത്ത സാധനമെല്ലാം ആ സമയം തന്നെ നമ്മൾ വെച്ചാൽ ഉണ്ടായ സ്ഥലത്ത് തന്നെ വെച്ചാൽ അങ്ങനെ നേരന്ന് കാണൂല. അപ്പോൾ ഇതാണ് ആ സോയാബി സ്കൂളിലേക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവിടെ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, ദോശ ചൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ഇതാ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേന്നേ അരച്ച് വെച്ചതാണ് കേട്ടോ, ഉഴുന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ട് തലേന്നേ അരച്ച് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ പണി കാണൂല. ഞാൻ പത്തിൻ്റെ അരി ആയാലും അങ്ങനെ അരച്ച് വെക്കലാണ് കേട്ടോ. ഒരു ബോക്സിൽ അരച്ച് വെക്കും 3 ദിവസത്തേക്കെല്ലാം. അങ്ങനെ അരച്ച് വെച്ചാൽ ബോക്സിൽ അരച്ച് വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ. നമുക്ക് അടപ്പുള്ള ഒരു ബോക്സിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇതാ ദോശ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പണി അങ്ങനെയെല്ലാം ചെയ്തെടുത്താലും നമ്മുടെ പണി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ചോറും കറിയും എല്ലാം നമുക്ക് വേഗം തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ദോശ ചുടുന്ന സമയം തന്നെ ഞാനിവിടെ ആ സോയാബീനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദോശക്ക് ദോശക്ക് പ്രത്യേക ഒരു ടൈമല്ലേ നമുക്കിങ്ങനെ ദോശ ഉറ്റിച്ചാട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയമെല്ലാം കൊണ്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പണിയെല്ലാം ഉണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്ന് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ദോശക്ക് നെയ്യൊന്നും ഒഴിക്കണ്ട കേട്ടോ. അങ്ങനെ കുറച്ച് 3 ദോശയെല്ലാം ചുട്ടിട്ട് എടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പാനിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ദോശ ആകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം ഇവിടെ സോയാബീനെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദോശ ആവുന്ന സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ആ പണിയുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പണിയുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം വേഗം ലാഭിക്കാനും പറ്റും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സോയാബീൻ. ഓരോർക്ക് ഇങ്ങനെ ചില്ലിയാക്കി കൊടുക്കും, ഓരോർക്ക് പൊരിച്ചിട്ട് കൊടുക്കും സ്കൂളിലേക്ക്. പിന്നെ അവിടെ ചോറും കറിയെല്ലാം സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ ഓരോരോ ഇഷ്ടമില്ലാത്ത കറിയെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ പറയും സോയാബീൻ ആക്കി തന്നെ, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമായതുകൊണ്ട് ഞാൻ ആക്കി കൊടുക്കുകയും ചെയ്യും. ഈ ദോശ ചുടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പണികൾ തീർക്കാം കേട്ടോ. ആ ദോശ അവിടെ നിന്ന് ആവുകയും ചെയ്യും. നമുക്കിങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഇങ്ങനെ ഒത്തിരി പണികൾ തീർക്കാം. ഞാൻ ആ ദോശ ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഓരോരോ പണികൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇടയ്ക്കൊരു കണ്ണ് ദോശക്കും വേണം, നമ്മൾ പണിയെടുക്കുന്നതിനും വേണം കേട്ടോ. അങ്ങനെ ആയിട്ട് നമുക്ക് വേഗം തന്നെ സമയം ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്.
നമ്മൾ ആ ദോശ ചുടുമ്പോൾ തന്നെ ആ മാവെല്ലാം ഇങ്ങനെ ഗ്യാസിന് ചുറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് തുടച്ചെടുത്താൽ നമുക്ക് അങ്ങനെ വേന കാണൂല കേട്ടോ. വയ്യ അതിങ്ങനെ പറ്റി പിടിച്ചിട്ട് അത് ഉരച്ചെടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗ്യാസും വന്ന്. അപ്പം ദോശ ചുടുമ്പോൾ ആ മാവ് വീണിട്ടുണ്ടെങ്കിൽ അപ്പാടെ തന്നെ നമുക്ക് തുടച്ചെടുക്കാം. അതെല്ലാം നമുക്ക് ഈ നല്ലൊരു എളുപ്പമായിരിക്കും കേട്ടോ. വയ്യ ആകുമ്പോഴത്തേക്ക് നല്ല കിച്ചണെല്ലാം നല്ല എത്ര പണിയെടുത്താലും അത്ര നല്ല ക്ലീനായിട്ട് കാണും കേട്ടോ. അങ്ങനെ കച്ചറിയായിട്ടൊന്നും കാണൂല. അപ്പോൾ ഇതാ ഇവിടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഞാൻ പിന്നെ ഈ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഉപ്പിടൽ. പച്ചമുളക് ഞാൻ ഇടായിട്ട് തന്നെ മക്കൾക്ക് അങ്ങനെ എരിവ് ഇഷ്ടമൊന്നുമല്ല. അപ്പം നമുക്ക് അങ്ങനെ എരിവ് വേണമെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ മുതുമ പച്ചമുളക് തന്നെ ചായ കുടിക്കുമ്പോൾ കറിയിൽ ഇങ്ങനെ പൊടിച്ചെടുക്കും കേട്ടോ. അപ്പം നമുക്ക് എരിവ് കിട്ടും, കുട്ടികൾക്ക് എരിവില്ലാണ്ട് കറിയായും ചെയ്യും. ഇനി ആ പിന്നെ വാജിയിലേക്ക് നമുക്കൊന്ന് കാച്ചി പോരണം കേട്ടോ. അത് കുറച്ച് വൈകിട്ടേ ഞാൻ പോരല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ദോശയിൽ ഇവിടെ ചുട്ട് കഴിയാനായി. ഈ ദോശ ചുടുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം ചോറിന് വെള്ളം വെക്കുന്നുണ്ട്. അത് അപ്പുറത്തെ അടുപ്പിൽ നിന്ന് ആവുമ്പോഴത്തേക്ക് ചോറപ്പുറം ആയി കിട്ടും. നമുക്ക് എവിടെയും തന്നെ ഇരിക്കാണ്ട് വേഗം തന്നെ പണി തീർത്താൽ നമുക്ക് കുറേ സമയം കിട്ടും കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനെ അധികം പണിയൊന്നും ഉണ്ടാവില്ല. ഉച്ചക്കത്തെ ഫുഡും ആയാൽ പിന്നെ വൈകുന്നേരം നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അവർ മക്കളെല്ലാം വരുമ്പോഴത്തേക്കേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അത്രയും സമയം നമുക്ക് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ പണികളെല്ലാം തീരും. ക്ലീനിങ്ങും എല്ലാം തീർന്ന് കിട്ടിയാൽ നമുക്ക് കുറേ സമയം ലാഭിക്കാം. അപ്പോൾ നമ്മൾ വേഗം ചെയ്ത് തീർത്താൽ മതി. എങ്ങനെ ഇരുന്നാൽ നമുക്ക് ആ പണിയൊന്നും പിന്നെ സമയം കിട്ടൂല കേട്ടോ. കുറേ സമയമായിട്ട് എടുക്കും. അപ്പോൾ ഇതാ ഞാൻ കുട്ടികളെ പിന്നെ കുപ്പിയിലെല്ലാം വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ദോശ ഇത് ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇതും കൂടെ ചുട്ട് കഴിഞ്ഞാൽ ആ പാത്രവും കൂടെ നമുക്ക് വേഗം തന്നെ കൈ വെക്കാം. അപ്പോൾ ആ ദോശൻ്റെ പാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകാണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട് തന്നാലേ കഴുകിക്കൂടെന്ന് പറയുന്നേക്കല്ല്. ഫ്രൈ സ്പൂണ് നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ സ്പൂണെല്ലാം. അപ്പോൾ ഇതാ ചിക്കന് ഞാൻ ഉച്ചക്കേക്ക് കറിക്ക് വേണ്ട ചിക്കന് ഞാനിവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വാജിക്കില്ല കടുക് കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ സ്പൂണ് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് പോയിട്ടുള്ളത്. ആ ചിക്കനൊന്ന് പിന്നെ ഐസ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ പൊത്തി വെക്കണില്ല കേട്ടോ. കടുക് ഇട്ട് കൊടുത്താൽ പൊത്തി വെച്ചാൽ നമുക്ക് അങ്ങനെ കടുക് തെറിക്കുമ്പോൾ ആ ഗ്യാസുമെല്ലാം ഇങ്ങനെ ഓയിലായി കിട്ടും. അപ്പം ഇങ്ങനെ പൊത്തി വെച്ചാൽ അങ്ങനെ നമുക്ക് കച്ചറ കാണൂല. കടുക് ഇങ്ങനെ തെറിക്കുമ്പോൾ ഭയങ്കര കച്ചറയായിട്ട് നമുക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ മീത്തയെല്ലാം ഇങ്ങനെ ഓയിലായിട്ടും പിന്നെ അത് തുടച്ചെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് പൊട്ടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇതേപോലെ പൊത്തി വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ നമുക്ക് ഇതേപോലെ പിന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ നമുക്ക് വയ്യലത്തേക്ക് അങ്ങനെ പണിയൊന്നും കാണൂല. എല്ലാം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വലിയ പണിയൊന്നും കാണൂല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സോയാബീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പെരക്കി വെച്ച സോയാബീൻ എടുത്തിട്ട് നമുക്കിനി പൊരിക്കാം. ഞാൻ ഇതിൽ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. കോൺഫ്ലവറിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ സോയാബീൻ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അവിടെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ സോയാബീൻ വെന്ത് കിട്ടണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു പിന്നെ സോയാബീൻ ആദ്യം തന്നെ എണ്ണ മൊത്തം കുടിക്കും സോയാബീൻ. വയ്യ അത് വെന്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവുമ്പോൾ എണ്ണ അതിൽ നിന്ന് പുറത്തേക്ക് വരും. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അതിൽ നിന്ന് ഇങ്ങനെ എണ്ണ പുറത്തേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ പണിയുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഞാനിവിടെ പാത്രം കൈ വെക്കുന്നുണ്ട്.
നമുക്ക് ഇങ്ങനത്തെ എല്ലാം പണിയുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും പിന്നെ ഇങ്ങനെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പണിയെല്ലാം അതേപോലെ ചെയ്ത് തീർത്താൽ നമുക്ക് അങ്ങനെ ഒരു വലിയ പണി കാണൂല. അപ്പോൾ ഇതാ സോയാബീൻ ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള വറവിന് എനിക്ക് പയറാന്ന് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ വേഗം തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഉച്ചക്കേക്കുള്ള പണിയെല്ലാം നമുക്ക് രാവിലെ തന്നെ വേഗം തന്നെ തീർക്കാം കേട്ടോ. ഇതേപോലെ ചെയ്താൽ നമുക്ക് വേഗം തന്നെ തീർക്കാം. രാവിലെ നമ്മൾ എപ്പോൾ എല്ലാ പണിയും വേഗം തീർത്താൽ നമുക്ക് കുറേ സമയം ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പയറെല്ലാം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സോയാബീൻ അവിടെ ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അടിക്ക് പിടിക്കുകയോ അങ്ങനെ കത്തിപ്പോയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് അനക്കായി കിട്ടലുണ്ട്. അപ്പോൾ ഇതാ കത്തിയെല്ലാം അതേപോലെ ഞാൻ ഇങ്ങനെ പിന്നെ കഴുകിയിട്ട് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ പയറെല്ലാം അപ്പാടെ തന്നെ വൃത്തിയാക്കി വെച്ചാൽ അങ്ങനെ പണിയൊന്നും കാണൂല ഇങ്ങനെ. അപ്പോൾ സോയാബീൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്യാം. ഇനി ഈ സോയാബീൻ ഞാനിവിടെ മക്കളെ പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാക്കും വേണം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അവർക്ക് ഇങ്ങനെ മദ്രസ പോയിട്ട് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആക്കി വെക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അധികം ഞാൻ ഇതന്നെ ആക്കി കൊടുക്കൽ. ചിക്കനൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ടീച്ചർ പറയുമെന്നെല്ലാം പേടിച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുക്കലില്ല ചിക്കന്. അപ്പോൾ ഇതാ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്, വാർത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉച്ചക്കേക്കുള്ള ചോറ് ഇടായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 7:30 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ചോറ് ഇടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പിന്നെ പയർ വറുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതേപോലെ പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പയർ ഞാൻ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കെമിക്കലെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം ഞാനിങ്ങനെ പച്ചക്കറിയെല്ലാം ഇതാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. ചീരയിലാണെങ്കിൽ നമ്മൾ മുറിക്കുന്നതിന് മുമ്പേ തന്നെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. മറ്റേ മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അധികം ഇങ്ങനെ അതിൻ്റെ ഇതെല്ലാം പോവുമല്ല, പിന്നെ ഗുണങ്ങളെല്ലാം പോവുമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചീരയിലാണെങ്കിൽ മുറിക്കുന്നതിന് മുമ്പേ തന്നെ വെള്ളത്തിലിട്ട് വെക്കല്. ഇതിലേക്ക് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാടുന്ന ആവട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് പിന്നെ ചൂടുവെള്ളം ഇതേപോലെ വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ പയറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഞാൻ രാത്രിയെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ പണിയെല്ലാം ഉണ്ടെങ്കിൽ രാത്രിയെല്ലാം നമുക്ക് ബെനയില്ല ഒരു പണിയെല്ലാം ഉണ്ടെങ്കിൽ രാത്രി ചെയ്ത് വെച്ചാൽ നമുക്ക് അങ്ങനെ ബെന കാണൂല. അപ്പോൾ ചിക്കൻ്റെ ഐസെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതാ ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയറാടുന്ന് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടുന്ന് ചിക്കൻ കട്ട് ചെയ്യുന്നതാണ്. കുറച്ച് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പകുതി ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയാണ് ഉച്ചക്കേക്ക് രാത്രിയിലേക്കുള്ള കറിയായി കേട്ടോ. അങ്ങനെ ചിക്കനെല്ലാം കറി വെച്ചാൽ രാത്രി വരെ കൂട്ടും. രാത്രി ബാക്കിയുള്ള ചിക്കനെല്ലാം പൊരിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിലത്തെ പണി തീർന്നാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം വേഗം തീർക്കാം കേട്ടോ. അടുക്കളയിലത്തെ പണി നമുക്ക് ഏകദേശം ഒരു 9 മണി ആ സമയമാകുമ്പോഴത്തേക്ക് തീർത്താൽ നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ് പിന്നെ വേഗം തീർത്ത് പിന്നെ നമുക്ക് ഫ്രീ ആകാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ മദ്രസ പോയി കേട്ടോ. അവരെ കുളിപ്പിച്ചിട്ടെല്ലാം റെഡിയാക്കിയിട്ട് മദ്രസയിലേക്ക് അയച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിട്ട് കേട്ടോ, അതുകൊണ്ട് പോകണ്ട.
അപ്പോൾ ചിക്കനെല്ലാം കഴുകി എടുത്തിട്ട് ആ പാത്രം വരുന്നത് അവിടെ തന്നെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ ആ പാത്രമെല്ലാം കഴുകി എടുത്താൽ നമുക്കങ്ങനെ ലാസ്റ്റ് ഭാഗം അങ്ങനെ പാത്രം കാണൂല, അത്ര ബുദ്ധിമുട്ടും കാണൂല കേട്ടോ. ഒന്നായിട്ട് പാത്രം കഴുകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ ബേസും അടയെല്ലാം ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനിൽ ഞാനിവിടെ പിന്നെ മുളക് പൊടിയെല്ലാം പെരക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ മുളക് പൊടി ഇട്ട് മഞ്ഞ പൊടി ഇട്ടിട്ട് പെരക്കി വെക്കുന്നുണ്ട്. കുറച്ച് പിന്നെ ഉപ്പെല്ലാം ഇട്ടിട്ട് സെറ്റാകട്ടെ അതുവരെ. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, പിന്നെ സവാളയെല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ കറി വെക്കുന്നതിന് മുമ്പിട്ട് എല്ലാം സെറ്റാക്കിയാൽ അങ്ങനെ വലിയ പണി കാണൂല കേട്ടോ. കറി വെക്കുമ്പോൾ എല്ലാ സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഞാൻ തലേന്നേ പിന്നെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പണിയെല്ലാം അപ്പോൾ തലേന്നേ നമുക്ക് ഇങ്ങനെ കറിയെല്ലാം എന്താക്കേണ്ടതെന്നില്ല പ്ലാനിങ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പണി തീർക്കാം കേട്ടോ. എളുപ്പത്തിൽ വേഗം തന്നെ പണി തീരും. ഇതേപോലെ തലേന്നെല്ലാം എന്തെങ്കിലും വേന പിടിച്ച പണിയെല്ലാം ഉണ്ടെങ്കിൽ തലേന്ന് ചെയ്യാൻ പറ്റിയ പണിയെല്ലാം ഉണ്ടെങ്കിൽ അത് അവിടെ ചെയ്ത് സെറ്റാക്കി വെച്ചാൽ നമുക്ക് എളുപ്പം അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ പണിയെ അങ്ങനെ വലിങ്ങനെ കാണൂല കേട്ടോ. അധികം ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല, ടൈമും ലാഭിക്കുക, പിന്നെ പണിയും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ സവാളയെല്ലാം ഞാൻ വേഗത്തിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ കറി വെക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്ക് ഈ കറിയായി റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട പിന്നെ റെഡിയാക്കിയും എല്ലാം എടുത്തു നോക്കി എല്ലാം വേണം അത്ര. അപ്പോഴത്തേക്ക് കറിയെല്ലാം ആയിട്ട് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് നീങ്ങണം കേട്ടോ. അവർക്കെല്ലാം തലേന്ന് എടുത്ത് വെച്ചതാണ്, എന്നാലും അവരെന്തെങ്കിലും മാറ്റിയിട്ട് പിന്നെ എടുക്കുകയും ബോക്സും പെൻസിലും അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് മാറ്റിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയും അവർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ അടുക്കളയിലത്തെ പണി ഞാൻ അങ്ങനെ വേഗം തീർക്കും. അപ്പോൾ ഇതാ സവാള വഴണ്ടതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പിന്നെ ആവാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ടൈൽസ് എല്ലാം ഇതേപോലെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അധികം അങ്ങനെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ നേരത്തെ ആ സമയം തന്നെ അങ്ങനെ തുടച്ചെടുത്തുകൊണ്ട് നമുക്കങ്ങനെ വലിയ തുടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുന്നതാണ്. ലാസ്റ്റ് ആയതുകൊണ്ട് ഫൈനലായതുകൊണ്ട് അങ്ങനെ തുടച്ചെടുക്കുന്നതാണ്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഭയങ്കര ഈച്ച ശല്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പാണ്ട് ഈച്ച വരും. അപ്പം കൊതുകിനെക്കാട്ടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈച്ച. അപ്പോൾ ആരെടുക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനെല്ലാം എന്തെങ്കിലും കുറേ ഞാൻ നോക്കിയിനി യൂട്യൂബിലെല്ലാം മരുന്ന്, പക്ഷെ അങ്ങനെ വലിയ ഇതൊന്നും ആവുന്നില്ല. അപ്പോൾ ഇതാ പച്ചമുളക് ഇഞ്ചിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ആക്കിയതാണ്, അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഏകദേശം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ചിക്കനിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഈ കയ്യിലെല്ലാം മുളകെല്ലാം പെരങ്ങിയിട്ട് നമുക്ക് ടൈൽസ് വെക്കാണ്ട് ഒരു പാത്രത്തിൽ വെച്ചാൽ അങ്ങനെ ടൈൽസിലൊന്ന് അങ്ങനെ ഒന്നും പറ്റി പിടിക്കൂല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഭാഗേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളൂ, അതൊന്ന് സെറ്റായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാം കേട്ടോ. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം.
ഈ സമയം ഉപ്പുണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പൊത്തി വെക്കാം കേട്ടോ. അതൊന്നാവട്ടെ കേട്ടോ. കറി അവിടെ തിളച്ച് വരട്ടെ. അപ്പം നമ്മളെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കേക്കുള്ള വറവും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടം വയ്യെ പൊരിക്കൂലും. ഒരു ഉച്ച സമയമാകുമ്പോൾ വയ്യെ പൊരിച്ചെടുക്കും. അപ്പോഴേക്കും മക്കളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ ചായ കൊടുക്കുന്നതാണ്. അപ്പം ചായ അവർ കുടിക്കൂല കേട്ടോ. പിന്നെ ചായ എന്ന് പറയുന്ന ഈ ദോശനെല്ലാം തന്നെ ചായ വേണ്ടാന്നാന്ന് പറയല്. രാവിലെ അവർക്ക് അങ്ങനെ ചായ വേണ്ട കേട്ടോ. രാവിലെ അങ്ങനെ കഴിക്കാനും വേണ്ട. വൈകുന്നേരം ചായ മസ്റ്റാണ് കേട്ടോ. രാവിലെ ചൂടുവെള്ളമാണ് കുടിക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.